എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് എന്ന ടോപ്പിക്കിലെ പ്രധാന ഭാഗങ്ങളൊന്ന് നോക്കാം. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മോഡിഫിക്കേഷൻ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി ഡ്യൂ ടു സൂപ്പർപൊസിഷൻ ഓഫ് 2 or more വേവ്സ് ഇൻ ദി സെയിം റീജിയൻ. അപ്പോൾ അതായത് ഒരേ സ്ഥലത്തൂടെ ഒന്നിലധികം വേവ്സ് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൂപ്പർപൊസിഷൻ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന മോഡിഫിക്കേഷനെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇൻ്റർഫറൻസ് 2 ടൈപ്പ് ഉണ്ട്. അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്താണെന്ന് നോക്കാം. അതായത് 2 or more വേവ്സ് സൂപ്പർപോസ് ചെയ്യുമ്പോൾ ക്രസ്റ്റ് ഓഫ് വൺ വേവ് സൂപ്പർപോസ് വിത്ത് ദി ക്രസ്റ്റ് ഓഫ് അതർ വേവ്, അല്ലെങ്കിൽ ട്രഫ് ഓഫ് വൺ വേവ് സൂപ്പർപോസ് വിത്ത് ദി ട്രഫ് ഓഫ് അതർ വേവ്. ക്രസ്റ്റും തമ്മിലോ ട്രഫും തമ്മിലോ ആണ് സൂപ്പർപോസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്ടർ സമായിരിക്കും. A1ഉം A2 ആണ് 2 വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ A1 + A2 ആവുന്നു. അല്ലെങ്കിൽ എയും എയും സെയിം ആംപ്ലിറ്റ്യൂഡുള്ള 2 വേവ്സാണ് സൂപ്പർപോസ് ചെയ്യുന്നതെങ്കിൽ 2A നമുക്ക് കിട്ടുന്നു. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്രസ്റ്റും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് വരുന്നു. A1 + A2 ആംപ്ലിറ്റ്യൂഡ്സ് ആവുന്നു. അപ്പോൾ ഇവിടെ ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ A + A 2A ആവുന്നു. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 2A ആയി. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ഇൻറ്റൻസിറ്റി 2A ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് crust of 2 waves or trough of 2 waves superpose. And in destructive interference-ലാണെങ്കിൽ crust of one wave superpose with the trough of the other wave. അതായത് ക്രസ്റ്റും ട്രഫും തമ്മിലാണ് സൂപ്പർപൊസിഷൻ. സോ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ആംപ്ലിറ്റ്യൂഡ്സ്. അപ്പോൾ സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ A - A വരുന്നു, അപ്പോൾ 0 വരുന്നു. മനസ്സിലായോ? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 0 വരുന്നു. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആവുന്നു. മിനിമം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡാർക്ക് ആവുന്നു ആ ഭാഗങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർഫറൻസിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇൻ്റർഫറൻസ് ഈസ് ദി മോഡിഫിക്കേഷൻ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ എ റീജിയൻ ഡ്യൂ ടു സൂപ്പർപൊസിഷൻ ഓഫ് 2 or more വേവ്സ് പാസിംഗ് സൈമൾട്ടേനിയസ്ലി ത്രൂ ദാറ്റ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇൻ്റർഫറൻസ് മനസ്സിലായി. ഇനി നമുക്കൊരു ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ, ഇൻ്റർഫറൻസ് നടന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന സോഴ്സസ് കൊഹീറൻ്റ് ആയിരിക്കണം. അപ്പോൾ കൊഹീറൻറ്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ ഇൻ്റർഫറൻസ് നടക്കും. എന്താണ് ഈ കൊഹീറൻറ്റ് സോഴ്സ്? അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. 2 sources are said to be coherent if they emit light of same frequency or same wavelength and same phase or constant phase difference. If 2 sources emit light of same frequency or wavelength, രണ്ടും ഏതെങ്കിലും ഒന്ന് സെയിം ആവാം, സെയിം ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്, ഓർ സെയിം ഫേസിലായിരിക്കണം ആ വേവ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് വേണം. But 2 sources are said to be coherent if they emit light of same frequency and same phase or constant phase difference. ഇനി നമുക്ക് നോക്കാം. നമുക്ക് 2 coherent sources ഉണ്ട്, S1 S2. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് ലൈറ്റ് പോയിട്ട് P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു S1P ഡിസ്റ്റൻസും ഇത് S2P ഡിസ്റ്റൻസും. അപ്പോൾ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ S1P ഗ്രേറ്റർ ദാൻ S2P ആണല്ലേ. S1P ആണ് കൂടുതൽ. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ പാത്ത്, ഇവിടെ ഞാൻ D എന്ന് കൊടുക്കുന്നു, S1D. ദിസ് ഈസ് പാത്ത് ഡിഫറൻസ്, ഇസ്ൻ്റ് ഇറ്റ്? അതായത് S1-ൽ നിന്ന് പോയ ലൈറ്റിന് അധികമായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വന്ന ഡിസ്റ്റൻസ്, അതെത്രയാണ്? S1D. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസിനെ നമുക്ക് ഡെൽറ്റ എന്ന് വിളിക്കാം. ഈ പാത്ത് ഡിഫറൻസും കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണോ എന്നുള്ള കണ്ടീഷനും തമ്മിലൊരു ബന്ധമുണ്ട്.
ഇപ്പം നമ്മുടെ ഈ പാത്ത് ഡിഫറൻസ് n ഇൻറ്റു ലാംഡ ആണെങ്കിൽ, അതായത് ലാംഡ ഈസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ മൾട്ടിപ്പിൾസ് n ക്യാൻ ബി 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ n ലാംഡയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ ആ പോയിന്റിൽ നടക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു n ലാംഡ. n ക്യാൻ ബി 0, 1, 2, 3 എക്സെട്ര. ഇനി അതായത് അപ്പോൾ അവിടെ ബ്രൈറ്റ് പോയിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ ആ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ ആണെങ്കിൽ നമുക്ക് ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഡാർക്ക് പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ n ഇവിടെയും 0, 1, 2, 3. അപ്പോൾ ഇവിടെ n-ന് 0 കൊടുത്താൽ ഹാഫ് ലാംഡ, n-ന് 1 കൊടുത്താൽ 1 പ്ലസ് ഹാഫ് 3/2 ലാംഡ. അപ്പോൾ ലാംഡയുടെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും അതല്ല അതിൻ്റെ 0.5 ലാംഡ, 1.5 ലാംഡ, 2.5 ലാംഡ അങ്ങനെ വരികയാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസുമാണ് നടക്കുന്നത്. സോ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ, and for destructive interference path difference is equal to n plus half lambda. നമുക്കിവിടെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് കാണുന്നത്, ഒരു ഇൻ്റർഫറൻസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ബാൻഡ്സിൻ്റെ വിഡ്ത്ത് ഈക്വൽ ബാൻഡ് വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എക്സാമിന് ആൻസർ നിങ്ങൾ എഴുതേണ്ടത് ഇൻ്റർഫറൻസ് ഫിനോമിന കൊണ്ടാണ് ഈ ടൈപ്പ് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇൻ്റർഫറൻസിൽ പഠിക്കാനുള്ളതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ അല്ല, ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് 2 കോഹിറൻറ്റ് സോഴ്സസ് ഉണ്ട്, S1ഉം S2. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് d, സ്മോൾ ലെറ്റർ d കൊടുത്തിരിക്കുന്നു. നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D. ഈ സോഴ്സസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു, O എന്ന് മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പോയിട്ട് നമ്മുടെ ഒരു പോയിൻ്റ് Pയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് സോഴ്സിൽ നിന്ന് പോയിട്ട് Pയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. ഈ P വരെയുള്ള ഡിസ്റ്റൻസ് X എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സൂപ്പർ പൊസിഷൻ കൊണ്ട് നമുക്കിവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. അപ്പോൾ ആ ഇൻ്റർഫറൻസ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു D/D എന്നാണ് ഫോർമുല. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, നന്നായിട്ട് പഠിക്കുക. ലാംഡ D/D. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, മോണോക്രോമാറ്റിക് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ക്യാപിറ്റൽ D, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് ദി സോഴ്സസ്. സ്മോൾ d, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സസ്. സോ ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ഡാർക്ക് ബാൻഡായാലും ബ്രൈറ്റ് ബാൻഡായാലും ഈക്വൽ ബാൻഡ് വിഡ്ത്താണ്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ D/D. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ബാൻഡ് വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് and it is inversely proportional to distance between the sources, and it is also directly proportional to distance from source to screen. Okay, ഇനി നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഇൻ്റർഫറൻസ് ബാൻഡ്സും ഡിഫ്രാക്ഷൻ ബാൻഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻ്റർഫറൻസ് ബാൻഡ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ആർ ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം 2 കോഹിറൻറ്റ് സോഴ്സസ്. നമ്മൾ കണ്ടു കഴിഞ്ഞു 2 കോഹിറൻറ്റ് സോഴ്സിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഡിഫ്രാക്ഷൻ ആവുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സെയിം വേവ് ഫ്രണ്ട്. ഒരേ സോഴ്സിൻ്റെ ഒരേ വേവ് ഫ്രണ്ടിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന സെക്കൻഡറി വേവ്സ് സൂപ്പർപോസ് ചെയ്താണ് ഡിഫ്രാക്ഷൻ. ഇൻ്റർഫറൻസ് ആവുമ്പോൾ ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം 2 കോഹിറൻറ്റ് സോഴ്സസ്. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ദി സെയിം. നമ്മൾ കണ്ടു ഇൻ്റർഫറൻസിൽ ഫ്രിഞ്ച് വിഡ്ത്ത് സെയിം ആണ്, ഡിഫ്രാക്ഷനിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഡിഫറെൻറ്റ്. Then all the bright fringes are of the same intensity. ഇൻ്റർഫറൻസിൻ്റെ പ്രത്യേകതയാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് എല്ലാം ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഡാർക്ക് ആയിരിക്കും. അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിഫ്രാക്ഷൻ ആകുമ്പോൾ അങ്ങനെയല്ല, ഇൻറ്റൻസിറ്റി ഓഫ് സക്സസീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഗോസ് ഓൺ ഡിക്രീസിങ്. അവിടെ ബ്രൈറ്റ്നെസ് സെൻറ്ററിൽ മാക്സിമം, സെൻറ്ററിൻ്റെ 2 സൈഡിലേക്കും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡാർക്ക് ഫ്രിഞ്ചസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. ഡാർക്ക് ഫ്രിഞ്ചസ് പെർഫെക്റ്റ്ലി ഡാർക്ക് അല്ല.
അപ്പോൾ ഈ ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. സെയിം ബാൻഡ് വിഡ്ത്താണ് ഇൻ്റർഫറൻസിൽ, ഡിഫ്രാക്ഷനിൽ ഡിഫറെൻ്റ് ആണ്. ബ്രൈറ്റ് ഫ്രിഞ്ചസ് എല്ലാം സെയിം ഇൻറ്റൻസിറ്റിയാണ്. ഡിഫ്രാക്ഷൻ ആവുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു ഇൻറ്റൻസിറ്റി. ഡാർക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഡാർക്കാണ്, ഇവിടെ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. ഓക്കെ, ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ്. കൃത്യമായിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ, സോഴ്സസ് മസ്റ്റ് ബി കൊഹീറൻറ്റ്. ദെൻ സോഴ്സസ് മസ്റ്റ് ബി നാരോ. സോഴ്സസ് മസ്റ്റ് ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ, വളരെ അടുത്തായിരിക്കണം. ആൻഡ് സ്ക്രീൻ മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്. ഈ 4 കണ്ടീഷനും പഠിക്കുക. സോഴ്സസ് കൊഹിറൻ്റ് ആയിരിക്കണം, സോഴ്സസ് മസ്റ്റ് ബി നാരോ, സോഴ്സസ് മസ്റ്റ് ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ, ആൻഡ് സ്ക്രീൻ മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്. നമുക്കിനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓൺ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഡ്യൂ ടു ദി ഫോളോയിങ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഈ യങ്സ് എക്സ്പെരിമെൻറ്റിൽ താഴെ പറയുന്ന ഓരോരോ കണ്ടീഷനിലും നമ്മുടെ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസിന് എന്ത് ചേഞ്ച് വരുന്നു? നമുക്ക് ഒന്നാമത്തെ നോക്കാം. സ്ക്രീൻ ഈസ് മൂവ്ഡ് എവേ ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി സ്ലിറ്റ്സ്. അപ്പോൾ സ്ക്രീൻ വളരെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളപ്പോൾ കണ്ടു കഴിഞ്ഞതാണ് ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നാണ്. അപ്പോൾ സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഈ ക്യാപിറ്റൽ ഡി. അപ്പോൾ സ്ക്രീൻ വളരെ ദൂരേക്ക് പോയാൽ ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബീറ്റ ഓൾസോ ഇൻക്രീസസ്. So when screen is moved away from the plane, then bandwidth increases. Okay. Then second question നമുക്ക് നോക്കാം. The separation between the slits is increased. സ്ലിറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡി ആണല്ലേ. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. This is separation between the slits. It is inversely proportional to beta. So as the slit width increases, beta decreases. Separation between the slits increase ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ. Then next question. The monochromatic source is replaced by another source of shorter wavelength. അപ്പം നമ്മൾ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് യൂസ് ചെയ്തു, അതിൻ്റെക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള വേവ് ലെങ്ത്തിലുള്ള വേറൊരു സോഴ്സ് യൂസ് ചെയ്താൽ എഗെയിൻ നമുക്കറിയാം ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ദാറ്റ് ഈസ് ബീറ്റ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. അപ്പം നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചതിനേക്കാൾ ഷോർട്ടായിട്ടുള്ള വേവ് ലെങ്തിലുള്ള മോണോക്രോമാറ്റിക് സോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബീറ്റ കുറയും. വേവ് ലെങ്ത് കൂടിയാൽ ബീറ്റ കൂടും, വേവ് ലെങ്ത് കുറഞ്ഞാൽ ബീറ്റ കുറയും. സോ വെൻ മോണോക്രോമാറ്റിക് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ സോഴ്സ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത്, ബീറ്റ ഡിക്രീസസ്. ഓക്കെ. അപ്പോൾ എല്ലാം നമുക്ക് എഴുതേണ്ടത് ഈ ഒരൊറ്റ ഫോർമുലയിൽ നിന്നാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ക്യാപിറ്റൽ ഡി സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ്, സ്മോൾ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സസ്. ഓക്കെ. Then last question, the whole double slit experiment arrangement is immersed in water. ഈ അറേഞ്ച്മെൻറ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ദ ഹോൾ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. വാട്ടർ എന്നുള്ള നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല, വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻ വാട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. വാട്ടറിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യും. നിങ്ങൾക്കറിയാം വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്തിന് എന്ത് ചേഞ്ച് വരുന്നു? ബാൻഡ് വിഡ്ത്തും വേവ് ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ വാട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിക്രീസസ്, സോ ബാൻഡ് വിഡ്ത്ത് ഡിക്രീസസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മോണോക്രോമാറ്റിക് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ സോഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ്. മോണോക്രോമാറ്റിക് സോഴ്സ് മാറ്റിയിട്ട് വൈറ്റ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ മോണോക്രോമാറ്റിക് സോഴ്സിന് പകരം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ചസിന് എന്ത് ചേഞ്ച് വരുന്നു? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ സെൻട്രൽ ഫ്രിഞ്ച് അപ്പിയേഴ്സ് വൈറ്റ്. നടുക്ക് വൈറ്റ് ആയിരിക്കും, ചുറ്റും കളേർഡ് ഫ്രിഞ്ചസ് നമുക്ക് കിട്ടും.
അപ്പോൾ മോണോക്രോമാറ്റിക് യൂസ് ചെയ്താൽ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ആണ് കിട്ടുന്നത്. വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഫ്രിഞ്ച് വൈറ്റ് ആയിരിക്കും. ചുറ്റും എന്ത് ചെയ്യുന്നു, കളേർഡ് ഫ്രിഞ്ചസ് ആർ ഒബ്റ്റെയിൻഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി സെൻട്രൽ ഫ്രിഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് അവിടെ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇനി ആ ഡെറിവേഷനും പഠിക്കുക, പ്രോബ്ലവും ചെയ്യും.